ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണമാലിലാണ് എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഇന്ന് ഞാനും ആൽബിനും കൂടി പോകാൻ പോകുന്നത് കണ്ണമാലി ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ കടലിൽ നിന്ന് കയറി വന്ന് മീനുണ്ടാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഒന്നും പണ്ടത്തോളത്തെ മീനൊന്നുമില്ല. ഇപ്പം പണ്ടൊക്കെ കുറേ മീൻ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. മീനൊക്കെ കുറവാണ്. അതല്ല, ഓരോ ഇതുണ്ടാവില്ലേ, ടൈം ഉണ്ടാവില്ലേ മീനിനൊക്കെ അങ്ങനെയില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാ സ്ഥലത്തും മീൻ കുറവാണ്. എന്താണെന്നറിയില്ല. ട്രൈ ചെയ്യാം. അവൻ ട്രൈ ചെയ്യാൻ പോണെയാണ്. ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വീടിൻ്റെ അടുത്തൊരു പുഴയുണ്ട്, അവിടെ നിന്ന് എന്തായാലും കിട്ടും എന്നാണ് പറയുന്നത്. നോക്കാം. ഈ പ്രാവശ്യവും കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ആള് കടലിലൊക്കെ പോണെയാണ്, മീനൊക്കെ എപ്പോഴും പിടിക്കണതാണ്. ആ കേസ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഞങ്ങൾ ചെയ്യണ കണ്ട് നോക്കണായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഇപ്പോൾ നേരത്തെ ഇവിടെ വല വീശിക്കൊണ്ടിരുന്ന ചേട്ടനൊക്കെയാണ്. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വീശി നോക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. അവിടെ ഒരു ടീം ചീട്ടുകളിയും കാര്യങ്ങളൊക്കെയാണ്. ഫ്രാൻസിസ് ചേട്ടൻ വല വീശാൻ പോണെയാണ്. എഡ്വിൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വാ പൊളി. കിട്ടണില്ല. കിട്ടിയില്ലല്ലേ?
ഇപ്പൊ ഈ സമയത്ത് പറഞ്ഞ കിട്ടിയല്ലേ? ഈ സമയത്ത് പറഞ്ഞ കിട്ടിയല്ലേ? അങ്ങനെയുള്ള മീനില്ലല്ലോ. വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കുറെ നേരമൊക്കെ ഇങ്ങനെ എറിഞ്ഞിരിക്കുമ്പോ ഒരെണ്ണം കിട്ടും. അത്രയും പണ്ടത്തെ പോലത്തെ മീനില്ല പണ്ടൊക്കെ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇഷ്ടംമാരെ വീഴ്ചയുണ്ട്. പണ്ടൊക്കെ എഡ്വിന് പറഞ്ഞു കൊടുക്കണേണ് എങ്ങനെ വീശണമെന്ന്. കണ്ടുപോകാനും കാശ് കൊടുത്താക്കി പുഴയിലൊക്കെ മനസ്സിലാക്കി ആ പുഴ എങ്ങനെ 1000-2000 രൂപ ഡെയിലി. ഇപ്പൊ എന്ത് ചെയ്യണേണ്? ഇപ്പൊ എന്ത് ചെയ്യണേണ്? ഇപ്പൊ പോകണ്ട. ഇപ്പോൾ പിന്നെ ഈ വർഷമായതുകൊണ്ട് പോകണല്ലോ. നമ്മള് പ്രായമൊക്കെ കാറ്റുണ്ടെങ്കിൽ പറ്റിയല്ല. വള്ളത്തിനെന്നല്ലേ വഞ്ചനെന്നുണ്ട് വീശാണ് 10 പോകണം. വലിയ വലയാണ്. വേറെ 10-20 കിലോ ചെമ്മീൻ കിട്ടുമേ. ചെള്ളിയും കിട്ടും. 3-4 കിലോ നാരനും കിട്ടും. നല്ല കാശ് കിട്ടിയത് മുമ്പ് പോകുമായിരുന്നു. കടലിൽ പോവാറില്ല ഇപ്പൊ? കടലിൽ പോകണില്ല. ആണല്ലേ? കായലിൽ പോകും. വെള്ളമായിട്ട് 5 മണിയാകുമ്പോൾ പോകും. 5 മണിക്ക് പോയി ഒരു 10-10:30 പോയി. 5 മണിക്ക് കിട്ടുമോ? പിന്നെ കായലിൽ ഏറ്റവും കൂടുതൽ കാശ് കിട്ടും. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് കാശ് കൂടുതൽ കിട്ടുന്ന കായലിൽ നല്ല പൈസ. 2 നമ്മക്കളെ 2 പേരെങ്കിലും കിട്ടി. നല്ല രീതിയിൽ 3-4 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു. കടലിലിടുമ്പോ കുറച്ചുകൂടി പോകണ്ടേ? കടലിൽ വഞ്ചിയായിട്ട് കടലിലെന്ന് പറയുന്നത് എല്ലാ ദിവസവും കിട്ടിയല്ലോ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ കായലിൽ പോയെന്നാൽ ഒരു ദിവസം മുടക്കമുണ്ടായല്ലോ. എല്ലാ ദിവസവും നമുക്ക് 1000-1500 കിടങ്ങി. മറ്റേ ദിവസം പോയാൽ കിട്ടും. ആഴ്ച 6 ദിവസം പോകും. 6 ദിവസം. കടലിലെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ കിട്ടിയത്. ചിലപ്പോൾ കുറേ നാളുണ്ടായത്. കായലിൽ അങ്ങനെയല്ല. സ്ഥിരം ഡെയിലി എന്നാൽ പണിക്ക് പോയാൽ അന്ന് കിട്ടും. അല്ല പണിക്ക് പോയാൽ കിട്ടിയത്. ഇപ്പൊ കടലിൽ പോയി കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞൊക്കെ തിരിച്ചു വരാറുള്ളല്ലോ? ഇല്ല, കടലിൽ ഡെയിലി പോരാ. ഇൻബോർഡ് വണ്ടിയല്ല. വള്ളത്തിൽ പോയെന്നാൽ അന്നന്ന് പോരാല്ല. ബോട്ടിലൊക്കെ പോയെന്നാലൊക്കെ ചിലപ്പോ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ ബോട്ടിന്റെ പണി. ഈ വള്ളത്തിലൊക്കെ പോയെന്നാൽ അന്നന്ന് പോരും. കണപ്പ് തിരിഞ്ഞ അതിന്റെ വലിയ ഈ മഴയില്ലാത്തതിന്റെ അല്ലേ അത് കാരണം ആരും വീശണില്ല. അല്ലെങ്കിൽ ഗ്യാസ് വെച്ച് മീനുണ്ടാകണം. ഇപ്രാവശ്യം ഒരു മറ്റേത് എവിടെ വീശി എന്നാലും കണപ്പ് തിരിഞ്ഞ് കിട്ടണം. എന്തോരം തിരിഞ്ഞ കിട്ടുന്ന നിലവാരം. എന്തോരം മഴ വീശെന്നാലും അതിന് 1-2 നല്ല ലക്ഷ്യം. അപ്പൊ ഞങ്ങള് പോട്ടെ. ശരി. അപ്പൊ കടലിന്റെ അവിടെ നിന്ന് പോകുന്നത് ഇപ്പൊ പുഴയുടെ അവിടെയാണ്. ഇപ്പൊ പിന്നെ ഇട്ട് നോക്കാൻ പോണെയാണ്. പക്ഷെ കിട്ടൂലെന്നാണ് എല്ലാരും പറയണ. കാര്യം കാലാവസ്ഥയുടെ അതും പിന്നെ ഈ സമയത്തൊക്കെ മഴ ഉണ്ടെങ്കിൽ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അധികം മീനൊന്നും കിട്ടൂലെന്നാണ് ഇവർ പറയണം. അവൻ ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവൻ ശരിക്കും ടയേർഡായിട്ടുണ്ട്. ഇട്ടിട്ട് ടയേർഡായിട്ടിരിക്കണേ. ആ ഗേസ് കിട്ടിയിട്ടുണ്ടാന്ന് നോക്കാം. കിട്ടിയിട്ടുണ്ട്. കരിമീൻ കിട്ടിയിട്ടുണ്ട്.
അവസാനം എഡ്വിൻ കരിമീനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ചേട്ടന്മാരുണ്ടായിരുന്നു, അവരിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ചേട്ടാ പേര്? ചേട്ടൻ്റെ പേരെന്താ? എന്ത് ചെയ്യണ്? ട്രൈ ചെയ്യണം. അവർ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എഡ്വിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കണ്ണമാരി പള്ളി തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകണമാണ്. അപ്പോൾ മീനൊക്കെ പിടിച്ച് ഏകദേശം മീനൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തോടെയാണ് നടത്തണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ